രാജ്യത്ത് UPI ഇടപാടുകൾക്ക് പുതിയ പരിധി പ്രാബല്യത്തിൽ. വ്യാപാരികൾക്ക് പ്രതിദിന പരിധി 10 ലക്ഷം രൂപയായി ഉയർത്തി. ഇൻഷുറൻസ്, ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിലാണ് മാറ്റം. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന സമയപരിധി ഇന്നുകൂടി. ആദായനികുതി റിട്ടേൺ ചെയ്യുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇൻകം ടാക്സ് പോർട്ടലിലൂടെ നേരിട്ടും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ പ്രയോജനപ്പെടുത്തിയും ടാക്സ് റിട്ടേൺ സമർപ്പിക്കാം. വഖഫ് നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. 5 വർഷം ഇസ്ലാം അനുഷ്ഠിച്ചാലേ വഖഫ് അനുഷ്ഠിക്കാവൂ എന്ന നിയമത്തിലെ വ്യവസ്ഥയാണ് കോടതി സ്റ്റേ ചെയ്തത്. അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേ നൽകാറുള്ളൂവെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ആഗോള ബിസിനസ് കേന്ദ്രമായി ദുബായ് വളരുന്നു. ദുബായിൽ ചേക്കേറുന്ന ബഹുരാഷ്ട്ര കമ്പനികളിൽ പകുതിയിലേറെയും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്. കഴിഞ്ഞ 6 മാസത്തിനിടെ കമ്പനി രജിസ്ട്രേഷനുകൾ 137% വർധനയുണ്ടായതായി ദുബായ് ഇന്റർനാഷണൽ ചേംബർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 10,190 രൂപയും പവന് 80 രൂപ താഴ്ന്ന് 81,520 രൂപയുമായി.